നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ്. തിരുവാതിരയ്ക്ക് ശേഷം പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിന് ശേഷം ഒരു പുതിയ പ്രകാശം, ഒരു ശാന്തത, അതാണ് ഈ നക്ഷത്രം. അതായത് പുണർദം നക്ഷത്രം. ഇവിടെ ശാന്തതയാണ്. റിട്ടേൺ ഓഫ് ലൈറ്റ്, സ്റ്റാർ ഓഫ് റിന്യൂവൽ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി അതിഥിയാണ്. നക്ഷത്രത്തിൻ്റെ അധിപൻ ജൂപ്പിറ്റർ, ബൃഹസ്പതി, വ്യാഴം ആണ്. രാശിനാഥൻ ബുധനാണ്. നക്ഷത്രത്തിൻ്റെ മൃഗം പൂച്ച, മരം മുള, ബംബു ട്രീ. പിന്നെ പക്ഷി ചകോരമാണെന്നും അരയന്നമാണെന്നും പറയുന്നു. ഇതൊക്കെ ബാക്കി പല കാര്യങ്ങളും ഇതിൽ ചേർത്ത് പറയാനുണ്ട്. എലിമെൻസുകളൊക്കെ ചേർത്ത് പറയണം. അത് മുഴുവനായി നമുക്ക് ഒരു ചെറിയ വീഡിയോയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ നക്ഷത്രത്തിനെ ബാധിക്കുന്ന, നമ്മൾ നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ജോലി, പ്രൊഫഷൻ, ഇതൊക്കെയാണല്ലോ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിനെ സ്പർശിക്കുന്ന, ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാം. ആദ്യമായി ഈ ഡയറ്റി, ദൈവം, അത് അതിഥിയാണ്. മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. ഒരുപാട് ദേവന്മാരുടെ അമ്മയാണ്. അപ്പോൾ അതാണ് ഫെർട്ടിലിറ്റിയാണ് ഈ നക്ഷത്രം. ഫലപുഷ്ടമായിരിക്കും. ഭൂമിയെയും ആകാശത്തെയും എല്ലാം നിയന്ത്രിക്കുന്ന ഈ അമ്മ ഫലപുഷ്ടിയുടെയും ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമാണ്. അതിഥിയെ ഒരു കറവ പശുവായിട്ട് കാണുന്നുണ്ട്. അതൊരു സിംബോളിസമായിട്ട് കാണുന്നുണ്ട്. അതാണ് കാരണം ഒരുപാട് മനുഷ്യന് നന്മ ചെയ്യാൻ ഉള്ള ഒരു ദേവതയാണ് അതിഥി. ചെറിയ ഒരു മിസ്റ്റേക്ക് ഈ അതിഥി എന്ന അമ്മയിൽ കാണുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ നക്ഷത്രക്കാർക്ക് അത് ബാധിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം സ്വന്തം സഹോദരി ദിതി അസുരന്മാരുടെ അമ്മയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ പരസ്പരം ചെറിയ തോതിലുള്ള ഒരു വിഷമത ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ നക്ഷത്രക്കാർക്കും അങ്ങനെ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ അത് വ്യാഴമാണ്. ജൂപ്പിറ്റർ ബൃഹസ്പതിയാണ്. ദേവഗുരു, ദേവന്മാരുടെ എല്ലാ കാര്യങ്ങളും ഉപദേശങ്ങളും അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഡയറ്റിയാണ് ബൃഹസ്പതി. അപ്പോൾ ബൃഹസ്പതിക്ക് ഈ ഒരു നക്ഷത്രത്തിൽ ചില കാര്യങ്ങളുണ്ട് പറയാൻ. കാരണം ബൃഹസ്പതിയുടെ ഭാര്യ താര ചന്ദ്രനുമായി സ്നേഹത്തിലാകുന്നു. ചന്ദ്രൻ ഒളിച്ചു കൊണ്ടുപോകുന്നു താരയെ.
കുറെ കാലം താരയെ ബൃഹസ്പതിയിൽ നിന്നും അകന്ന് ജീവിച്ചു. ക്ഷുഭിതനായ ബൃഹസ്പതി പല വഴികളും തേടി അവസാനം ദേവന്മാരും ദേവേന്ദ്രനുമൊക്കെ ഇടപെട്ട് ഭീഷണിപ്പെടുത്തിയാണ് ചന്ദ്രൻ താരയെ തിരിച്ച് ബൃഹസ്പതിക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് ഷി വാസ് പ്രഗ്നന്റ്. താര ഗർഭിണിയായിരുന്നു. മാത്രമല്ല ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി ചന്ദ്രനാണെന്ന് ബൃഹസ്പതിയോട് പറയുകയും ചെയ്തു. ക്ഷുഭിതനായ ബൃഹസ്പതി ആ കുട്ടിയെ ശപിക്കുന്നു. ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടിയെ ശപിക്കുകയാണ്. നീ ആണും പെണ്ണുമല്ലാതെ നപുംസകമായി ജനിക്കും. കാലം കഴിയുന്നു, ബുധൻ ജനിക്കുന്നു. സുന്ദരനാണ്, പക്ഷേ ആണും പെണ്ണും അല്ലാത്തൊരു സ്വഭാവമാണ് ബുധനുള്ളത്. ബുധൻ സുന്ദരനായിരുന്നു, ബുദ്ധിമാനായിരുന്നു. ഒരു ഗുരു എന്ന നിലയിൽ ബുധനെ ബൃഹസ്പതി സ്നേഹിച്ചിരുന്നു. ചെറിയ ഒരു വിശ്വാസക്കുറവ് ഉണ്ടെങ്കിലും സ്നേഹത്തിന് കുറവുണ്ടായില്ല. നല്ല വിദ്യാഭ്യാസവും ഒക്കെ കിട്ടി. എന്നാലും ഇവിടെ ഒരു ശാപം വരുന്നു. ഗുരുനാഥനെ ആയ ബൃഹസ്പതി ശപിക്കുകയാണ്. ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം ഈ ഭാര്യ ചെയ്ത തെറ്റ്, ചന്ദ്രൻ ചെയ്ത തെറ്റ്, ഇതൊക്കെ അനുഭവിച്ചത് ബൃഹസ്പതിയല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ഈ ജാതകത്തിൽ പല കാര്യങ്ങളും സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ കഥകളൊക്കെ നമ്മൾ തട്ടിച്ചു കൊണ്ടുപോകണം. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ സിമ്പിൾ അത് അമ്പും ഈ ബോ അമ്പും വില്ലുമാണ്. അതിൻ്റെ ആവനാഴിയിൽ നിറയെ ശരങ്ങളുണ്ട്, കഴിവുള്ള ശരങ്ങളാണ്. ശ്രീരാമൻ്റെ നക്ഷത്രമാണ് ഈ പുണർദം നക്ഷത്രം. അപ്പോൾ ശ്രീരാമൻ എങ്ങനെ ഉപയോഗിച്ചു ഈ അമ്പും വില്ലും? അത് നല്ല കാര്യത്തിന് നല്ല സമയത്ത് വേണ്ടപ്പോൾ അത് ശക്തമായി ഉപയോഗിച്ചിരുന്നു. ആ ഉപയോഗത്തിന് ശേഷം ശരങ്ങൾ തിരിച്ച് ആവനാഴിയിൽ വന്നിരുന്നു. അങ്ങനെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. വേണ്ടത് വേണ്ട പോലെ ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ ഇവർക്ക് സമയാസമയങ്ങളിൽ ലഭിക്കും. ഓൺലി തിങ്, ഒരു റിപ്പീറ്റേഷൻ ഇവിടെ വരുന്നുണ്ട്. ശ്രീരാമൻ രാജാവാകുന്നു ആദ്യം, പക്ഷേ പിൽക്കാലങ്ങളിൽ കാട്ടിലേക്ക് പോകുന്നു. കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്ന് നല്ലൊരു രാജാവായി ജീവിക്കുന്നു. ആദ്യത്തേത് അബോർട്ടഡ് ആയി, അത് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ എല്ലാ കാര്യത്തിലും ഈ പുണർദം നക്ഷത്രക്കാർക്ക് ഒരു റിപ്പീറ്റേഷൻ, ആ റിപ്പീറ്റേഷനിലാണ് ഇവർ സക്സസ്ഫുൾ ആവുക. അതുമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഇവരുടെ ഈ ജീവിത സംഭവങ്ങളിലും അവർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഇത്തരം ചില കാര്യങ്ങൾ ചേർത്ത് വേണം നമ്മൾ പഠിക്കാൻ. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം അത് പൂച്ചയാണ്. പൂച്ച ഒരു ഇൻ്റലിജൻസി കാണിക്കുന്ന ഒരു മൃഗമാണ്. പിന്നെ മരം ബംബു, ഈ മുളയുടെ ഇല ചവച്ച് കഴിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണെന്നൊരു വിശ്വാസം ഉണ്ട്. കൂടുതലായിട്ട് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകാൻ സമയം അനുവദിക്കുന്നില്ല. നമുക്ക് അടുത്ത നക്ഷത്രമായ
പൂയം നക്ഷത്രത്തെപ്പറ്റി പറയാം. ഈ നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓം ഐം ഹ്രീം ക്ലീം പുനർവസുവേ നമഃ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും 108 പ്രാവശ്യം ജപിക്കുക. ഇത് ഒരു വൈബ്രേഷനാണ്, സ്പെഷ്യൽ വൈബ്രേഷൻ. ഈ നക്ഷത്രക്കാർക്ക്, പുണർദം നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രമാണിത്. പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇവരുടെ പ്രൊഫഷൻ സൈഡ് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും വ്യാഴം ബുധനുമൊക്കെ ഇൻഫ്ലുവൻഷ്യലായിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഇവർ ഒരു നല്ല IT മേഖലകളിലെല്ലാം വളരെ ഷൈൻ ചെയ്യും. വിദ്യാഭ്യാസ രംഗം ഏറ്റവും പ്രയോജനകരമായി വരുന്നതാണ്. കാരണം വ്യാഴവും ബുധനും വിദ്യാകാരകന്മാരാണ്. അപ്പോൾ നല്ല പ്രൊഫസർമാർ, ലെക്ചറർമാർ, റിസർച്ചേഴ്സ് ഇതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതിഥിയുടെ ഭൂമി പരിപാലനം അനുസരിച്ച് ഈ നക്ഷത്രക്കാർ കൃഷി കൊണ്ടുള്ള ഗുണങ്ങളും അനുഭവിക്കാൻ നല്ല യോഗമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യാനും, കാരണം ഈ നക്ഷത്രം ഒരു എയർ എലിമെൻ്റാണ്, ബുധൻ്റെ ഈ മിഥുനം രാശി. അപ്പോൾ യാത്രയും വിദേശ ജോലിയും ഇവർക്ക് സാധ്യതയുണ്ട്. കൂടുതലായി പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം. താങ്ക് യു.